ഹായ് ഫ്രണ്ട്സ്, പുതിയ ഒരു ഇതിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എന്തിനെന്ന് വെച്ചാൽ ഇന്ത്യൻ ആർമിയിൽ നിന്നും 2025 അതുപോലെ തന്നെ 26 വർഷത്തിലേക്കുള്ള ആദ്യ റിക്രൂട്ട്മെൻറ്റ് റാലിയുടെ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ആ വീഡിയോ അവസാനം വരെ കാണുക. അപ്പോൾ ഇന്ത്യൻ ആർമിയിലേക്കൊരു ജോലി ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു അവസരം ഉപയോഗപ്പെടുത്തുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ഇന്ത്യൻ ആർമിയുടെ കീഴിലേക്കൊരു ജോലി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ അവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ഇത്തരത്തിലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രിപ്ഷൻ എന്ന ബെല്ലൈക്കനിൽ ഓൾ എനേബിൾ ചെയ്താൽ മാത്രമായിരിക്കും ഇത്തരത്തിലുള്ള കൂടുതൽ വീഡിയോസ് നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ ടെലിഗ്രാം, വാട്സാപ്പ് ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക. ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ടായിരിക്കുന്നതാണ്. നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. നിലവിൽ 4 പോസ്റ്റിലേക്കുള്ള റിക്രൂട്ട്മെൻ്റ് ആണ് വന്നിരിക്കുന്നത്. സർവേയർ, ഓട്ടോമേറ്റഡ് കാർട്ടോഗ്രാഫർ, റിലീജിയസ് ടീച്ചർ, കാറ്ററിംഗ്, എഡ്യൂക്കേഷൻ തുടങ്ങിയ 4 പോസ്റ്റിലേക്കുള്ള റിക്രൂട്ട്മെൻ്റ് ആണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ ആപ്ലിക്കേഷൻ നിലവിൽ ഓപ്പൺ ആയിട്ടില്ല. വരും ദിവസങ്ങളിൽ ഇതിൻ്റെ ആപ്ലിക്കേഷൻ ഓപ്പൺ ആവുന്നതാണ്. ഇതിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനാണ് നിലവിൽ ഇന്ത്യൻ ആർമിയുടെ വെബ്സൈറ്റിൽ വന്നിരിക്കുന്നത്. ഇനി നമുക്ക് ഈ ഒരു റിക്രൂട്ട്മെൻറ്റ് മറ്റ് ഡീറ്റെയിൽസ് നോക്കാം. ആദ്യം അപേക്ഷിക്കാനുള്ള ഏജ് ലിമിറ്റ് നോക്കുകയാണെങ്കിൽ സർവേയർ, ഓട്ടോമേറ്റഡ് കാർട്ടോഗ്രാഫർ പോസ്റ്റിലേക്കാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ 20 വയസ്സിനും 25 വയസ്സിനും ഇടയിലുള്ളവർക്കാണ് അപേക്ഷിക്കാൻ സാധിക്കാം. 1 ഒക്ടോബർ 2025 ഈ ഒരു ഡേറ്റ അടിസ്ഥാനമാക്കിയിട്ടാണ് 20 വയസ്സും അതുപോലെ തന്നെ 25 വയസ്സും കണക്കാക്കപ്പെടുക. അപേക്ഷിക്കാനുള്ള കൃത്യമായിട്ടുള്ള ഡേറ്റ് ഓഫ് ബർത്ത് നോക്കുകയാണെങ്കിൽ 1 ഒക്ടോബർ 2000-നും 1 ഒക്ടോബർ 2005-നും ഈ ഒരു ഡേറ്റ് ഓഫ് ബർത്തിലും ജനിച്ചവർക്കാണ് അപേക്ഷിക്കാൻ സാധിക്കുക. ഇനി അടുത്ത റിലീജിയസ് ടീച്ചർ പോസ്റ്റിലേക്കാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ 25 വയസ്സിനും 34 വയസ്സിനും ഇടയിലുള്ളവർക്കാണ് അപേക്ഷിക്കാൻ സാധിക്കുക. 1 ഒക്ടോബർ 2025 ഈ ഒരു ഡേറ്റ് അടിസ്ഥാനമാക്കിയിട്ടാണ് 25 വയസ്സും അതുപോലെ തന്നെ 34 വയസ്സും കണക്കാക്കപ്പെടുക. കൃത്യമായിട്ടുള്ള ഡേറ്റ് ഓഫ് ബർത്ത് നോക്കുകയാണെങ്കിൽ 1 ഒക്ടോബർ 1991-നും 1 ഒക്ടോബർ 2000-നും ഈ ഒരു ഡേറ്റ് ഓഫ് ബർത്തിലും ജനിച്ചവർക്കാണ് അപേക്ഷിക്കാൻ സാധിക്കുക. ഇനി അടുത്ത കാറ്ററിംഗ് പോസ്റ്റിലേക്കാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ 21 വയസ്സിനും 27 വയസ്സിനും ഇടയിലുള്ളവർക്കാണ് അപേക്ഷിക്കാൻ സാധിക്കുക. 1 ഒക്ടോബർ 2025 ഈ ഒരു ഡേറ്റ് അടിസ്ഥാനമാക്കിയിട്ടാണ് 21 വയസ്സും അതുപോലെ തന്നെ 27 വയസ്സും കണക്കാക്കപ്പെടുക. കൃത്യമായിട്ടുള്ള ഡേറ്റ് ഓഫ് ബർത്ത് നോക്കുകയാണെങ്കിൽ 1 ഒക്ടോബർ 1998-നും 1 ഒക്ടോബർ 2004-നും ഈ ഒരു ഡേറ്റ് ഓഫ് ബർത്തിലും ജനിച്ചവർക്കാണ് അപേക്ഷിക്കാൻ സാധിക്കുക. ഇനി അടുത്ത എഡ്യൂക്കേഷൻ പോസ്റ്റിലേക്കാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ 20 വയസ്സിനും 25 വയസ്സിനും ഇടയിലുള്ളവർക്കാണ് അപേക്ഷിക്കാൻ സാധിക്കുക. 1 ഒക്ടോബർ 2025 ഈ ഒരു ഡേറ്റ് അടിസ്ഥാനമാക്കിയിട്ടാണ് 20 വയസ്സും അതുപോലെ തന്നെ 25 വയസ്സും കണക്കാക്കപ്പെടുക. അപേക്ഷിക്കാനുള്ള കൃത്യമായിട്ടുള്ള ഡേറ്റ് ഓഫ് ബർത്ത് നോക്കുകയാണെങ്കിൽ 1 ഒക്ടോബർ 2000-നും 1 ഒക്ടോബർ 2005-നും ഈ ഒരു ഡേറ്റ് ഓഫ് ബർത്തിലും ജനിച്ചവർക്കാണ് അപേക്ഷിക്കാൻ സാധിക്കുക. ഇങ്ങനെയാണ് ഓരോ പോസ്റ്റിലേക്കും വന്നിട്ടുള്ള ഏജ് ലിമിറ്റ്. ഇനി അടുത്ത ഓരോ പോസ്റ്റിലേക്ക് വന്നിട്ടുള്ള എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ ആദ്യം സർവേയർ, ഓട്ടോമേറ്റഡ് കാർട്ടോഗ്രാഫർ പോസ്റ്റിലേക്ക് നോക്കുകയാണെങ്കിൽ BA അല്ലെങ്കിൽ BSc വിത്ത് മാത്സോട് കൂടി പാസ്സായിട്ടുള്ളവർക്കാണ് അപേക്ഷിക്കാൻ സാധിക്കുക. കൂടാതെ +2-ൽ ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ് പഠിച്ചിരിക്കേണ്ടതാണ്. മിനിമം 50% മാർക്ക് ഓരോ സബ്ജക്റ്റിനും ഉണ്ടായിരിക്കേണ്ടതാണ്. എന്നാൽ മാത്രമായിരിക്കും അപേക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ മറ്റൊരു ക്വാളിഫിക്കേഷൻ പറയുന്നുണ്ട് BE അല്ലെങ്കിൽ BTech, സിവിൽ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ അല്ലെങ്കിൽ ഇൻസ്ട്രുമെൻറ്റേഷൻ അല്ലെങ്കിൽ മെക്കാനിക്കൽ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ടെക്നോളജി അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസിൽ പാസ്സായിരിക്കേണ്ടതാണ്. കൂടാതെ +2-ൽ ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ് പഠിച്ചിരിക്കേണ്ടതാണ്. മിനിമം 50% മാർക്ക് ഓരോ സബ്ജക്റ്റിനും ഉണ്ടായിരിക്കേണ്ടതാണ്. എന്നാൽ മാത്രമായിരിക്കും അപേക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. ഇനി അടുത്ത റിലീജിയസ് ടീച്ചർ പോസ്റ്റിലേക്ക് നോക്കുകയാണെങ്കിൽ RT പണ്ഡിറ്റ് പോസ്റ്റിലേക്ക് അപേക്ഷിക്കണമെങ്കിൽ ഹിന്ദു കാൻഡിഡേറ്റ്സിന് മാത്രമേ അപേക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. ശാസ്ത്രീയ ആചാര്യ ഇൻ സംസ്കൃതത്തിൽ ഡിഗ്രി ഉണ്ടെങ്കിൽ അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. ഇനി അടുത്ത RT ഗ്രാന്തി പോസ്റ്റിലേക്കാണെങ്കിൽ സിഖ് കാൻഡിഡേറ്റ്സിന് മാത്രമേ അപേക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. ഏതെങ്കിലും വിഷയത്തിൽ ഗ്രാജുവേഷൻ ഉണ്ടെങ്കിൽ അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. അടുത്ത RT മൗലവി പോസ്റ്റിലേക്കാണെങ്കിൽ മുസ്ലിം കാൻഡിഡേറ്റ്സിന് മാത്രമേ അപേക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. RT പാഡ്രെ പോസ്റ്റിലേക്കാണെങ്കിൽ ക്രിസ്ത്യൻ കാൻഡിഡേറ്റ്സിന് മാത്രമേ അപേക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. RT ബുദ്ധിസ്റ്റ് പോസ്റ്റിലേക്ക് ബുദ്ധിസ്റ്റ് കാൻഡിഡേറ്റ്സിന് മാത്രമേ അപേക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഓരോ പോസ്റ്റിലേക്കും നിങ്ങൾക്ക് ഡിഗ്രി ഉണ്ടെങ്കിൽ അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. ഇങ്ങനെയാണ് ഇതിൻ്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ. ഇനി അടുത്ത കാറ്ററിംഗ് പോസ്റ്റിലേക്കാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ നിർബന്ധമായിട്ടും +2 പാസ്സായിരിക്കേണ്ടതാണ്. ഹിന്ദി അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ സംസാരിക്കാൻ നോളജ് ഉണ്ടായിരിക്കേണ്ടതാണ്. അല്ലെങ്കിൽ 2 സബ്ജക്റ്റിലും നോളജ് ഉണ്ടായിരിക്കേണ്ടതാണ്. കൂടാതെ ഡിപ്ലോമ അല്ലെങ്കിൽ സർട്ടിഫിക്കേഷൻ കോഴ്സ് കുക്കറി അല്ലെങ്കിൽ ഹോട്ടൽ മാനേജ്മെൻറ്റിൽ ഉണ്ടായിരിക്കേണ്ടതാണ്. എന്നാൽ മാത്രമായിരിക്കും ഈ ഒരു റിക്രൂട്ട്മെൻറ്റിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. ഇനി അടുത്ത എഡ്യൂക്കേഷൻ പോസ്റ്റിലേക്കാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ എഡ്യൂക്കേഷൻ പോസ്റ്റിനെ 3ആയിട്ട് ക്ലാസിഫിക്കേഷൻ ചെയ്തിട്ടുണ്ട്. അതായത് 3 തരം ട്രേഡുകളുണ്ട്. ഹവിൽദാർ IT അല്ലെങ്കിൽ സൈബർ, ഹവിൽദാർ ഇൻഫർമേഷൻ ഓപ്പറേഷൻസ്, ഹവിൽദാർ ലിംഗ്വിസ്റ്റ് തുടങ്ങിയ 3 പോസ്റ്റുകളാണ് ഹവിൽദാർ എഡ്യൂക്കേഷന് കീഴിൽ വരുന്നത്.
ഓരോ പോസ്റ്റ് വൈസിൻ്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ ഹവിൽദാർ IT അല്ലെങ്കിൽ സൈബർ പോസ്റ്റിലേക്കാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ ഗ്രാജുവേഷൻ അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ താഴെ പറയുന്ന ഏതെങ്കിലും സബ്ജക്റ്റിൽ 50% മാർക്കോട് കൂടി പാസ് ഇട്ടുണ്ടെങ്കിൽ അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. ഏതൊക്കെ സബ്ജക്റ്റിനാണ് നോക്കുകയാണെങ്കിൽ ഇതിൽ 2 പ്രയോറിറ്റീസ് കൊടുത്തിട്ടുണ്ട്. ഇതിൽ പ്രയോറിറ്റി 1ലുള്ള ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ അപേക്ഷിക്കുമ്പോൾ 30% മാർക്ക് ബോണസായിട്ട് ലഭിക്കുന്നതാണ്. പ്രയോറിറ്റി 2ലുള്ള എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിലും അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. ബോണസ് മാർക്ക് ലഭിക്കുന്നതല്ല. പ്രയോറിറ്റി 1ൽ വന്നിട്ടുള്ള ക്വാളിഫിക്കേഷൻസ് നോക്കുകയാണെങ്കിൽ BSc അല്ലെങ്കിൽ MSc ഇൻഫർമേഷൻ സെക്യൂരിറ്റി, ഇൻഫർമേഷൻ ടെക്നോളജി, സൈബർ സെക്യൂരിറ്റി, സൈബർ ഫോറൻസിക്, ക്രിപ്റ്റോളജി, കമ്പ്യൂട്ടർ സയൻസ്, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷന്, ഡേറ്റ അനലിറ്റിക്സ്, ഡേറ്റ സയൻസ്, AI ആൻഡ് ML. അപ്പോൾ ഈ ഒരു സബ്ജക്റ്റിൽ ഏതെങ്കിലും ഗ്രാജുവേഷൻ അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേഷനോടുകൂടി പാസ് ഇട്ടുണ്ടെങ്കിൽ അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ നിർബന്ധമായിട്ടും 50% മാർക്ക് ഉണ്ടായിരിക്കേണ്ടതാണ്. ഇനി അടുത്ത പ്രയോറിറ്റി 2ലുള്ള ക്വാളിഫിക്കേഷൻസ് നോക്കുകയാണെങ്കിൽ മാത്തമാറ്റിക്സ്, ഫിസിക്സ്, കെമിസ്ട്രി അല്ലെങ്കിൽ BE BTech ഇലക്ട്രോണിക്സിൽ പാസ് ഇട്ടുണ്ടെങ്കിൽ പ്രയോറിറ്റി 2 വഴി നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. പക്ഷേ ബോണസ് മാർക്ക് ലഭിക്കുന്നതല്ല. ഇനി അടുത്ത ഹവിൽദാർ ഇൻഫർമേഷൻ ഓപ്പറേഷൻസ് പോസ്റ്റിലേക്കാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിലും ഗ്രാജുവേഷന് അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ 50% മാർക്കോടുകൂടി പാസ് ഇരിക്കേണ്ടതാണ്. ഇതിലും ക്വാളിഫിക്കേഷൻസ് പറഞ്ഞിട്ടുണ്ട്. പ്രയോറിറ്റി 1ൽ വന്നിട്ടുള്ള ക്വാളിഫിക്കേഷൻസ് ഏതൊക്കെ നോക്കുകയാണെങ്കിൽ ഇൻഫർമേഷൻ ടെക്നോളജി, കമ്പ്യൂട്ടർ സയൻസ്, മാസ് കമ്മ്യൂണിക്കേഷന്, ജേർണലിസം, സൈക്കോളജി, സോഷ്യോളജി, പബ്ലിക് അഡ്മിനിസ്ട്രേഷന്, പൊളിറ്റിക്കൽ സയൻസ്, മിലിറ്ററി സ്റ്റഡി ആൻഡ് ഡിഫൻസ് മാനേജ്മെൻറ്റ് തുടങ്ങിയൊരു സബ്ജക്റ്റിൽ ഗ്രാജുവേഷൻ അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ 50% മാർക്കോട് കൂടി പാസ് ഇട്ടുണ്ടെങ്കിൽ അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. ഇനി അടുത്ത പ്രയോറിറ്റി 2ൽ വന്നിട്ടുള്ള ക്വാളിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ, ഉറുദു ലിറ്ററേച്ചർ, കാശ്മീരി ലിറ്ററേച്ചർ, ടിബറ്റൻ ലാംഗ്വേജ് ഓർ സ്റ്റഡീസ്, ഹിസ്റ്ററി, മൾട്ടിമീഡിയ, മാത്തമാറ്റിക്സ്, ഫിസിക്സ്, കെമിസ്ട്രി, ഇലക്ട്രോണിക്സ് തുടങ്ങിയൊരു ഏതെങ്കിലും സബ്ജക്റ്റിൽ പാസ് ആയിട്ടുള്ളവർക്കും അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. പക്ഷേ ബോണസ് മാർക്കോ അല്ലെങ്കിൽ പ്രയോറിറ്റിയോ ലഭിക്കുന്നതല്ല. ഇനി അടുത്ത ഹവിൽദാർ ലിംഗ്വിസ്റ്റ് പോസ്റ്റിലേക്കാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ ഗ്രാജുവേഷൻ അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ ഉണ്ടായിരിക്കേണ്ടതാണ്. പ്രയോറിറ്റി 1ൽ വന്നിട്ടുള്ള ക്വാളിഫിക്കേഷൻസ് നോക്കുകയാണെങ്കിൽ ചൈനീസ് അല്ലെങ്കിൽ മ്യാൻമാറിൽ BA അല്ലെങ്കിൽ MA പാസ്സായിരിക്കേണ്ടതാണ്. അല്ലെങ്കിൽ BA അല്ലെങ്കിൽ MA ഇൻ ഇംഗ്ലീഷ് കൂടാതെ ഈ ഒരു സ്പെസിഫിക് സബ്ജക്റ്റിൽ അതായത് മ്യാൻമാർ അല്ലെങ്കിൽ ചൈനീസിൽ ഡിപ്ലോമ ഉണ്ടെങ്കിലും ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. ഇനി അടുത്ത പ്രയോറിറ്റി 2 നോക്കുകയാണെങ്കിൽ BA അല്ലെങ്കിൽ MA ഇംഗ്ലീഷ് ലിറ്ററേച്ചറോടുകൂടി പാസ്സായിരിക്കേണ്ടതാണ്. അല്ലെങ്കിൽ പൊളിറ്റിക്കൽ സയൻസ് അല്ലെങ്കിൽ ഹിസ്റ്ററി അല്ലെങ്കിൽ മാത്തമാറ്റിക്സ് അല്ലെങ്കിൽ ഫിസിക്സ് അല്ലെങ്കിൽ കെമിസ്ട്രി അല്ലെങ്കിൽ BA അല്ലെങ്കിൽ BTech ഇലക്ട്രോണിക്സോടുകൂടി പാസ്സായിട്ടുള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. ഇങ്ങനെയാണ് ഓരോ പോസ്റ്റ് വൈസ് ക്വാളിഫിക്കേഷൻ വന്നിരിക്കുന്നത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റിക്രൂട്ട്മെൻറ്റ് അല്ലെങ്കിൽ ഓരോ പോസ്റ്റ് വൈസിൽ അപേക്ഷിക്കാനുള്ള ഫിസിക്കൽ സ്റ്റാൻഡേർഡ്സ് എത്രയാണ് വേണ്ടത്, അതുപോലെ തന്നെ ഇതിൻ്റെ ഫിസിക്കൽ ടെസ്റ്റ് എങ്ങനെയാണ് വരുന്നത്, അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് കൂടുതലായിട്ട് എന്തെങ്കിലും അറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഈ ഒരു ആർട്ടിക്കിൾ ചെക്ക് ചെയ്യുക. ഓരോ പോസ്റ്റിനും ഡിഫറൻറ്റ് ഫിസിക്കൽ ടെസ്റ്റും അതുപോലെ തന്നെ ഫിസിക്കൽ സ്റ്റാൻഡേർഡ്സുമാണ് വരുന്നത്. അപ്പോൾ അതറിയാൻ നിങ്ങൾ ഈ ഒരു ആർട്ടിക്കിൾ ചെക്ക് ചെയ്യുക. ഈ ഒരു ആർട്ടിക്കിളിലെ ലിങ്ക് എന്തായി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്തിരിക്കുന്നതാണ്. ഇനി അടുത്ത ഈ ഒരു റിക്രൂട്ട്മെൻറ്റിലേക്ക് അപേക്ഷിക്കേണ്ട രീതി ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ഓൺലൈൻ വഴിയാണ് അപേക്ഷിക്കേണ്ടത്. ഓൺലൈൻ വഴി www.joinindianarmy.nic.in ഈ ഒരു സൈറ്റ് വഴിയാണ് അപേക്ഷിക്കേണ്ടത്. അപേക്ഷിക്കാനുള്ള ഡേറ്റുകൾ നിലവിൽ ഓപ്പൺ ആയിട്ടില്ല. വരും ദിവസങ്ങളിൽ ഇതിൻ്റെ ആപ്ലിക്കേഷൻ ഓപ്പൺ ആകുന്നതാണ്. ആ ഒരു ടൈമിൽ ഈ ഒരു ചാനൽ തന്നെ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്തിരുന്നാൽ മതി. അതുപോലെ തന്നെ അപേക്ഷിക്കുമ്പോൾ ആപ്ലിക്കേഷൻ ഫീസും ഉണ്ടായിരിക്കുന്നതാണ്. ഏകദേശം 250 രൂപയാണ് ആപ്ലിക്കേഷൻ ഫീസ്. ഫീസ് നിങ്ങൾക്ക് ഓൺലൈൻ വഴി തന്നെ അടയ്ക്കാൻ സാധിക്കുന്നതാണ്. എല്ലാ കാൻഡിഡേറ്റ്സും നിർബന്ധമായിട്ടും ഫീസ് അടച്ചിരിക്കേണ്ടതാണ്. എന്നാൽ മാത്രമായിരിക്കും നിങ്ങളുടെ ആപ്ലിക്കേഷൻ സ്വീകരിക്കുകയുള്ളൂ. പ്രധാനമായിട്ടും ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു റിക്രൂട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട് നിങ്ങളോട് ഷെയർ ചെയ്യാനുള്ളത്. എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ ഈ ഒരു ആർട്ടിക്കിൾ ചെക്ക് ചെയ്യുക. ഈ ഒരു ആർട്ടിക്കിളിലെ ലിങ്ക് എന്തായി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്തിരിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.